റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 11 റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതിനു മുന്നേയുള്ള ഓരോ നിമിഷങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ, കുടുംബത്തോടുള്ള സംസാരങ്ങൾ ഓരോന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിശക്തമായ പനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കട്ടിയുള്ള പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരുന്നു. ആ പനിയുടെ ചൂട് ആ പുതപ്പിന് പുറത്ത് അനുഭവപ്പെടുമാറ് അത്രയും ശക്തമായ ചൂട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലയുടെ മുകളിൽ ഒരു തോൽപാത്രം തൂക്കിയിടുകയും അതിൽ നിന്ന് അല്പാൽപമായി വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കഴിയുന്നത്. രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കണം. റസൂലുള്ളാഹി വഫാത്താകുന്നതിൻ്റെ ആ രാത്രിയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വിളക്കിലൊഴിക്കാൻ എണ്ണയില്ല. അവരൊരു അൻസാരി സ്ത്രീയുടെ അരികിൽ ചെന്ന് എണ്ണ കടം വാങ്ങുകയും ആ വെളിച്ചത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിചരിക്കുകയും ചെയ്തു. മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് സ്വഹാബത്തിൻ്റെ കൂടെ ജമാഅത്തായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ചുമലിൽ കൈവച്ചുകൊണ്ട്, ചുമലിൽ പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് എത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലുകൾ മണ്ണിലൊരുതി റസൂലുള്ളാഹി വന്നതിൻ്റെ അടയാളങ്ങൾ വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യുസല്ലി ബിന്നാസി അൽ-ളുഹർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സ്വഹാബത്തിൻ്റെ കൂടെ നമസ്കരിച്ചത് ളുഹർ നമസ്കാരമാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. തൻ്റെ കൈകളിൽ മിച്ചമുണ്ടായിരുന്ന ദീനാറുകൾ അത് കൊണ്ടുവരാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ആവശ്യപ്പെട്ടു. അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന സ്വർണ്ണ നാണയമായിരുന്നു അത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ദന്നു മുഹമ്മദിൻ ബില്ലാ ലൗ ലഖിയഹു വഹാദിഹി ഇൻദഹു, അള്ളാഹു മുഹമ്മദിനെ കുറിച്ച് എന്ത് കരുതും? ഈ സ്വർണ്ണ നാണയങ്ങളുമായി, ഈ സമ്പാദ്യവുമായി നാളെ അള്ളാഹുവിന് മുഹമ്മദ് കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് കരുതുക? അതുകൊണ്ടത് ചിലവഴിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് ഫഖശഫ സിത്രൽ ഹുജ്റ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റയുടെ തുണി, ആ കർട്ടൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി. വനളറ ഇലന്നാസ്, സ്വഹാബത്ത് പള്ളിയിൽ നിൽക്കുകയാണ്. ആ സ്വഹാബത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. വഹും സുഫൂഫുൻ ഖൽഫി അബീ ബക്കർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ പിറകിൽ അണിയായി നിൽക്കുന്ന, ഇന്നലെ വരെ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നവർ, തിന്മകളിൽ കെടിഞ്ഞിരുന്നൊരു ജനത ഒരു ഇമാമിൻ്റെ കീഴിൽ അണിയായി നിൽക്കുന്ന രംഗം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫിൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു മുസ്ഹഫിൻ്റെ ഏടുപോലെ, അഥവാ വെളിച്ചത്തോടും തെളിച്ചത്തോടും ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായി കണ്ടു. ഇതാണ് സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവസാനമായി കാണുന്ന രംഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ അവർ ഒന്നിച്ച് സ്വഫായി നിൽക്കുന്ന ആ രംഗം കണ്ട് പുഞ്ചിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ അത് താഴ്ത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമായി കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹിയുടെ ദേഹത്തൊരു തുണിയുണ്ട്. ആ തുണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് വലിച്ചിടും. പിന്നീട് ശ്വാസത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ വേഗത്തിൽ അത് വീണ്ടും താഴേക്ക് മാറ്റും. ഇതിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിശക്തമായ വേദന അനുഭവിക്കുന്നു. പതിഞ്ഞ സ്വരത്തിൽ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല കാതുകൾ പ്രവാചകന്റെ ചുണ്ടിലേക്ക് ചേർത്തു വെച്ചു. എന്താണ്? ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാനുള്ള ഉപദേശം അതറിയാൻ. ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹുവിൻ്റെ ശാപമുണ്ടായത് അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റി, ആരാധനകൾ അർപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് 3 അതിശക്തമായ മതിലുകൾക്കുള്ളിൽ ഒരു തരത്തിലുള്ള ശിർക്കും ഒരു തരത്തിലുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്താൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു ആ ഖബറിനെ സുരക്ഷിതമാക്കി വെച്ചു എന്നുള്ളത്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അവസാനത്തെ റസൂലുള്ളാഹിയുടെ അവസാനത്തെ വസിയത്ത് അവർ കേൾക്കുകയാണ്. എന്താണ്? ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ടുച്ചരിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ അവസാനത്തെ വാക്കുകൾ അസ്വലാത്ത്, അസ്വലാത്ത്, നമസ്കാരം, നമസ്കാരം. ആ നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഔമാ മലക്കത്ത് അയ്മാനുക്കും, അടിമകളുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തേതൊരു നേതാവുണ്ട് മരണപ്പെടുന്നതിൻ്റെ അവസാനത്തെ സമയത്ത് പോലും അടിമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച, അടിമകൾക്ക് വേണ്ടി സംസാരിച്ച മറ്റേത് നേതാവിനെയാണ് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വരുന്നു. സാധാരണ ഫാത്തിമ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കും, അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കും, അവരെ ചുംബിക്കും. എവിടെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് അതേ ഇരിപ്പിടത്തിൽ മകളെ പിടിച്ചിരുത്തും. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. അള്ളാഹുവിൻ്റെ റസൂലിനെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഫാത്തിമയെ നോക്കി പുഞ്ചിരിക്കുന്നു, ഫാത്തിമയെ ചുംബിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല മറുപടി, വാ കർബാബത, എൻ്റെ ഉപ്പ എന്തൊരു വേദനയാണ് സഹിക്കുന്നത്, എൻ്റെ ഉപ്പ എന്തൊരു പ്രയാസമാണ് സഹിക്കുന്നത്. റസൂലുള്ളാഹിയുടെ മറുപടി, ലാ കർബ അലാ അബീകി ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് പ്രയാസങ്ങളില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പ മറ്റു പ്രയാസങ്ങളില്ല. ഇന്നഹു ഖദ് ഹളറ മിൻ അബീകി മാ ലൈസ ബിതാരിഖ് മിൻഹു അഹദൻ, ഒരാൾക്കും ഉപേക്ഷിക്കാൻ കഴിയാത്ത, ഒരാൾക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ആ മരണത്തെ കണ്ടുമുട്ടാനിരിക്കുകയാണ്. അൽ മുവാഫാത്തു യൗമൽ ഖിയാമ, മോളെ ഇനി ഒത്തുചേരൽ ഖിയാമത്തു നാളിലാണ്. ഇനി കണ്ടുമുട്ടുന്നത് ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ മോളെ, ഇനി ഉപ്പയെ കണ്ടുമുട്ടാൻ കഴിയുക ഖിയാമത്തു നാളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തൊട്ടരികിലുണ്ട്, എല്ലാവരും അരികിലുണ്ട്. ദഖല അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു അറാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് നമ്മുടെ ഉമ്മ തിരിച്ചറിഞ്ഞു, വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്, എനിക്ക് മനസ്സിലായി എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് പല്ലു തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ട് അതെ എന്ന് ആംഗ്യം കാണിച്ചു. നമ്മുടെ ഉമ്മ അത് കൈകൾ കൊണ്ട് വാങ്ങി, അത് പൊട്ടിച്ചു, അത് കടിച്ചു പരത്തി, പദം വരുത്തി.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് നൽകി. അവസാനമായി കൊണ്ട് ഏറ്റവും മനോഹരമായി ഇന്നുവരെ അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു. ആയിഷ റളിയല്ലാഹു തആല പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ശിഫ നൽകണേ, ശമനം നൽകണേ. കൈകൾ കൊണ്ട് ആ തിരുശരീരത്തിൽ തടവിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ മറുപടി, ആയിഷ, ഈ സമയം അതിനു വേണ്ടിയുള്ളതല്ല, ശിഫക്ക് വേണ്ടി നീ ചോദിക്കേണ്ടതല്ല. ഇലാ റഫീഖിൽ അല, ഉന്നതനായ എൻ്റെ ചങ്ങാതിയിലേക്ക് എനിക്ക് മടങ്ങാനുള്ള സമയമായി. ആയിഷ റളിയല്ലാഹു തആല മടിത്തട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഒരു ഉമിനീര് നമ്മുടെ ഉമ്മയുടെ ശരീരത്തിലേക്ക് തട്ടിയപ്പോൾ അവർ പറയുന്നു, എൻ്റെ ശരീരമാകെ കോരിത്തരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചോട് തല ചേർത്തു വെച്ചിരിക്കുന്നു. ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി സഖറാത്ത്. മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് പ്രയാസമുണ്ട്. ഫി റഫീഖിൽ അലാ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഹസുന ഉലൈക റഫീഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സുമ്മ ഖാൽ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ മുഹമ്മദിന് പുറത്തു നൽകണമേ. വജ്അൽനി മഅ റഫീഖിൽ അലാ, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ അതിനുശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല ഒരു തുണി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പുതക്കുകയാണ്. ആളുകൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. എന്താണ് അവരുടെ പ്രിയപ്പെട്ട, അവരുടെ ജീവനേക്കാൾ, അവരുടെ മക്കളേക്കാൾ അവർക്ക് പ്രിയപ്പെട്ട റസൂലുള്ളാഹിക്ക് എന്തു സംഭവിച്ചു എന്ന് സ്വഹാബത്തിന് മനസ്സിലാകുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, വറഅസുഹു ബൈന സഹരി വനഹരി, റസൂലുള്ളാഹിയുടെ തല എൻ്റെ കഴുത്തിൻ്റെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിലാണ്. നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് നെഞ്ചോട് ചേർന്നുകൊണ്ട് ഫലമ്മ ഖറജത് നഫ്സുഹു ലം അജിദു റീഹൻ ഖത് അത്യബ മിൻഹാ, ആ റൂഹ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതുവരെ ഞാൻ ആസ്വദിക്കാത്ത അത്രയും നല്ല ഒരു സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുജ്റയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. കട്ടിലിൽ ശരീരത്തിന്റെ മുകളിൽ ആയിഷ റളിയല്ലാഹു തആല ഒരു തുണി വിരിച്ചിരിക്കുന്നു. മുഗീറ റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആലയും പുറത്തുണ്ട്. അനുവാദം ചോദിച്ചു. നമ്മുടെ ഉമ്മ ഹിജാബ് അണിഞ്ഞു. ഉമർ റളിയല്ലാഹു തആലയോട് കയറാൻ അനുവാദം നൽകി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മഹാനായ ഉമർ റളിയല്ലാഹു തആല കാണുകയാണ്. മാ അശദ്ദ ഗശിയ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു ശക്തമായ ബോധക്ഷയമാണ്. റസൂലുള്ളാഹിയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്. ഉമർ റളിയല്ലാഹു തആല തിരിച്ചു നടക്കുന്നു. വാതിലിനരികിലെത്തിയപ്പോൾ മഹാനായ മുഗീറ റളിയല്ലാഹു തആല പറഞ്ഞു, യാ ഉമർ മാത്ത റസൂലുള്ളാഹ്, ഉമറേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഉമർ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഖാൽ
ശക്തനായ ഉമർ റളിയല്ലാഹു തആല മറുപടി, കദബ്ത മുഗീറ, നീ പറയുന്നത് കളവാണ്. ബൽ അൻത റജുലുൻ തഹൂസുക ഫിത്ന, നീ ഒരു ഫിത്നയെ ഉദ്ദേശിക്കുകയാണോ? ഫിത്നയാണോ മുഗീറ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല പുറത്തേക്കിറങ്ങി ജനങ്ങളോടായി പറയുകയാണില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെയില്ല. ഭാര്യ ഹബീബ രോഗിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഭാര്യയെ പരിചരിക്കാൻ അദ്ദേഹം ചെന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് വാർത്തയെത്തി. ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു വന്നു. പ്രിയപ്പെട്ട ചങ്ങാതിയുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചുംബിച്ചു. വീണ്ടും ചുംബിച്ചു. 3 തവണ ചുംബിച്ചു. തിബ്ത ഹയ്യൻ വമയ്യിതൻ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാണ്, അങ്ങ് മരണപ്പെടുമ്പോഴും അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് സുഗന്ധമാണല്ലോ. ജനങ്ങൾ ഒരു ഫിത്നയിലാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു, ആളുകളെ വിളിച്ചു കൂട്ടുന്നു. മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ജനങ്ങൾക്ക് ഉപദേശം നൽകി അതേ മിമ്പറിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കയറി നിൽക്കുന്നു. അയ്യുഹന്നാസ്, ജനങ്ങളെ, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ, ആരെങ്കിലും ഇതാ മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചത് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ഇതാ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ആ റബ്ബിന് മരണമില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇമ്രാനിലെ 144-ാമത്തെ ആയത്തോതി പഠിപ്പിച്ചു സ്വഹാബത്ത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ, ഈ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ, പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു ആയത്ത്? അപ്പോഴാണ് സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല സംസാരം കഴിഞ്ഞതും മദീന ഏങ്ങി ഏങ്ങി കരയുകയാണ്. ഒരു തൽബിയത്ത് മുഴങ്ങുന്നത് പോലെ മദീനയിൽ ഒന്നടങ്കം സ്വഹാബത്ത് അവർ കരയുകയാണ്. മദീന വെളിച്ചത്തിലായത്, മദീന മുഴുവൻ വെളിച്ചം പരന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയ അന്നാണ് മദീന വെളിച്ചത്തിലായത് എങ്കിൽ മദീന ഇരുട്ടിലായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ഒരു ദിവസത്തിലാണ്. അള്ളാഹു ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അടുത്ത ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം സ്വഹാബത്ത് കുളിപ്പിക്കുന്നത്. എങ്ങനെയാണ് റസൂലുള്ളാഹിയെ കുളിപ്പിക്കേണ്ടത് അവർക്കറിയില്ല. സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയാണ് ആ ശരീരം അവർ കുളിപ്പിക്കാറുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്തു ചെയ്യണം അവരാലോചിച്ച് നിൽക്കുകയാണ്. കുളിപ്പിക്കാൻ നിൽക്കുന്നത് മഹാനായ അലി ഇബ്നു അബി താലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഫളിൽ, അബ്ബാസ് റളിയല്ലാഹു തആല മക്കളായ ഫളിൽ, ഖുസം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലമാരായ ഉസാമ, അതുപോലെ ശുക്രാൻ. ഇവരാണ്, അഥവാ കുടുംബവും റസൂലുള്ളാഹിയുടെ മൗലമാരും, അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കുളിപ്പിക്കാൻ നിൽക്കുന്നത്. ആ സമയത്ത് അതിനു പുറത്ത് മഹാനായ ഔസ് ഇബ്നു ഖൗലി അൽ അൻസാരി അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹം അലിയോടായി പറഞ്ഞു, അലി,
അള്ളാഹുവിൻ്റെ റസൂലിൽ ഞങ്ങൾക്കും ഒരു ഹല്ലുണ്ട്, എനിക്കും ഒരു ഓഹരിയുണ്ട്. എൻ്റെ പ്രവാചകനാണ്, റസൂലുള്ളാഹിയെ കുളിപ്പിക്കാൻ എനിക്കും അനുവാദം നൽകണം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കൂടെ ആ കൂട്ടത്തിലേക്ക് ചേർത്തു. എന്തു ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് അവർക്കെല്ലാം ഒരു ചെറിയ ഉറക്കം, ഒരു മയക്കം നൽകുകയും അവരുടെ തല ശരീരത്തിൽ തട്ടുമാറ്, നെഞ്ചിൽ തട്ടുമാറ് ഒരു ചെറിയ ക്ഷീണം അവരെ ബാധിക്കുകയും ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ആ വസ്ത്രത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ, അങ്ങനെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, തിരുശരീരം അവർ കുളിപ്പിക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് റസൂലുള്ളാഹിയുടെ ശരീരം പിടിക്കുന്നതും ശരീരം ചരിച്ചു കിടത്തുന്നതുമെല്ലാം അവരാണ്. വെള്ളമൊടിച്ചത് ഉസാമ റളിയല്ലാഹു തആല അൻഹുവും ശുക്രാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. റസൂലുള്ളാഹിയുടെ മൗലമാരാണ്. മൗലമാർ കുടുംബത്തെ പോലെ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ തിരുശരീരത്തിൽ കൈകൾ പായിച്ചതും വരതിയതും അത്തരം കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ്. തിരുശരീരം കുളിപ്പിച്ചതിന് ശേഷം 3 തുണികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തു. ഫീ സലാസതി അസ്വാബിൻ ബീളിൻ സഹൂലിയ, യമനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള നിറത്തിലുള്ള പരുത്തി കൊണ്ടുള്ള 3 തുണികളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തത്. ലൈസ ഫീഹാ ഖമീസുൻ വല അമാമ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്യുമ്പോൾ അതിലൊരു ഖമീസില്ല, ഒരു തലപ്പാവുമില്ല. ഒരു തലപ്പാവ് വെച്ചുകൊണ്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തിട്ടുള്ളത്. ഖമീസുള്ള രൂപത്തിലല്ല, 3 തുണികളിലായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ നമസ്കാരമാണ്. ഓരോരുത്തരായിട്ടാണ് നമസ്കാരം നിർവഹിക്കുന്നത്. ആ നമസ്കാരത്തിനൊരു ഇമാമില്ല. അവരുടെ എല്ലാവരുടെയും ഇമാമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ തിരുശരീരം കട്ടിലിൽ വെച്ച് ഒരു വാതിലിലൂടെ സ്വഹാബാക്കൾ കയറി. ആദ്യം പുരുഷന്മാർ, മുതിർന്നവർ, സ്ത്രീകൾ, പിന്നീട് കുട്ടികൾ, അങ്ങനെ ഓരോരുത്തരായി നമ്മുടെ ഉമ്മയുടെ ഹുജ്റയിലേക്ക് പ്രവേശിച്ച് അവർ നമസ്കാരം നിർവഹിച്ച് മറ്റൊരു വഴിയിലൂടെ, മറ്റൊരു ബാബിലൂടെ അവർ പുറത്തേക്കിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറൊരുക്കണം. എവിടെയാണ് ഖബറൊരുക്കേണ്ടത്? എവിടെയാണ് ഒരു പ്രവാചകൻ മരണപ്പെട്ടത്, അവിടെയാണ് ആ പ്രവാചകന് വേണ്ടി ഖബറൊരുങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിന്റെ താഴെയാണ്. റസൂലുള്ളാഹിയുടെ ശരീരം മാറ്റി ആ വിരിപ്പിന് താഴെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഖബറൊരുക്കുന്നത്. മദീനയിൽ 2 ആളുകളാണ് ഖബർ വെട്ടുന്നത്. ഒന്ന് അബൂ തൽഹയാണ്. അബൂ തൽഹ ലഹദ് കുടിക്കുന്ന, അഥവാ നമ്മുടെ നാട്ടിലെ ഖബർ പോലെയല്ല, ആഴത്തിൽ കുടിച്ച് സൈഡിൽ നിന്ന് മണ്ണെടുത്ത് ശരീരം ഉള്ളിലേക്ക് വെക്കുന്ന രീതി, അതാണ് ലഹദ്. നമ്മുടെ നാട്ടിലേതുപോലെ ആഴത്തിൽ കുടിച്ച് ശരീരം വെക്കുന്ന അത് ഷക്കാണ്. അത് മഹാനായ അബൂ ഉബൈദയാണ് ഷക്ക് കുടിക്കുന്ന സ്വഹാബി. അബൂ തൽഹയാണ് ലഹദ് ഒരുക്കുന്ന സ്വഹാബി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഏതു വേണം? ലഹദ് വേണോ, ഷക്ക് വേണമോ? 2 ആളുടെ അരികിലേക്കും ആളെ പറഞ്ഞയച്ചു. ആരാണ് ആദ്യം വരുന്നത്? അങ്ങനെയായിരിക്കട്ടെ റസൂലുള്ളാഹിയുടെ ഖബർ എന്നവർ തീരുമാനിച്ചു. ആദ്യം എത്തിയത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ലഹദാണ്. ഖബറിന്റെ പണി നടക്കുന്ന സമയത്ത് അബൂ ഉബൈദ എത്തി. അദ്ദേഹവും ആ ഖബർ കുടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചത് അലി റളിയല്ലാഹു തആല അൻഹുവും
അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ്. അവസാനമായി ഖബറിൽ നിന്ന് കയറുന്നത് ഖുസം ഇബ്നു അബ്ബാസ്, അദ്ദേഹമാണ് ഖബറിൽ നിന്ന് അവസാനമായി മുകളിലേക്ക് കയറുന്നത്. മഹാനായ മുഗീറത്ത് ഇബ്നു ശുഅബ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഖദ് ബഖിയ മിൻ റിജ്ലൈഹി ഷൈഉൻ ലം യുസ്ലിഹു, ആ കാലിൻ്റെ ഭാഗം ഒന്ന് ശരിയാകാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായിട്ടൊന്ന് തൊടാൻ കാൽഭാഗം ഒന്നുകൂടെ ശരിയാകാനുണ്ട്. എങ്കിൽ മുഗീറ, നിങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുക. മഹാനായ മുഗീറ റളിയല്ലാഹു തആല അൻഹു ഖബറിലേക്ക് ഇറങ്ങി തൻ്റെ ഹബീബിനെ അവസാനമായി കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ സ്പർശിച്ചു. എന്നിട്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മണ്ണിടുക. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് അവർ മണ്ണിട്ടുകൊണ്ടിരുന്നു. കണങ്കാലിൻ്റെ മധ്യത്തിൽ മണ്ണെത്തുന്നതുവരെ മുഗീറ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിൽ തന്നെ അദ്ദേഹം നിന്നു. അതിനുശേഷം അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത് എങ്കിൽ ഖബറടക്കുന്നത് ചൊവ്വ രാത്രി അഥവാ ബുധനിലേക്ക് കടന്ന് രാത്രിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവ് ചെയ്യൽ പൂർത്തിയാകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, മൺവട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ പണി പൂർത്തിയായി റസൂലുള്ളാഹിയെ മറവ് ചെയ്തു എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത്. മദീന മുഴുവൻ കരയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് പടർന്നു, ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ കഴിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവും പരസ്പരം സംസാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കാണേണ്ട ഒരാളുണ്ട്. ആരാണത്? ഉമ്മു ഐമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ റസൂലുള്ളാഹിയുടെ മരണം വരെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ. അങ്ങനെ മറ്റൊരാൾ ചരിത്രത്തിലില്ല. ജനനം മുതൽ മരണം വരെ റസൂലുള്ളാഹി അറിഞ്ഞ, ഉമ്മ എന്ന് വിളിച്ച് റസൂലുള്ളാഹി പിറകെ നടന്ന, 6-ാമത്തെ വയസ്സിൽ അബവായിൽ ഒറ്റപ്പെട്ട ഒരു യതീമിന്റെ കൈപിടിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്ന ഒരു സ്ത്രീ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവും അവരെ കാണാൻ ചെന്നു. അവർ കരയുകയാണ്. ഉമ്മ, അള്ളാഹുവിൻ്റെ അരികിലുള്ളതല്ലേ റസൂലുള്ളാഹിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്? അതറിയാം. പക്ഷേ ഇനി ജിബ്രീലിന്റെ വരവില്ല. വഹി നിലച്ചു. ഇനി വഹിയുമായി 7-ാം ആകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരാനില്ല എന്നതാണ് എൻ്റെ കണ്ണ് നനക്കുന്നത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി, വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. കടിഞ്ഞുപോയ ഒരാൾക്കും തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ ഒരാളെ നഷ്ടപ്പെട്ടിട്ടില്ല. കടിഞ്ഞുപോയ ഒരു തലമുറക്കും പ്രവാചകനെ പോലെ ഒരു നഷ്ടമില്ല. ഇനി ഖിയാമത്തു നാൾ വരെ വരാനിരിക്കുന്നവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു നഷ്ടമില്ല. കണ്ണേ, നീ കരയുക. സ്വഹാബത്ത് കണ്ണുനീർ വാർക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയെത്ര പാഠങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വഫാത്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പഠിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ ഉബൈദിയാക്കൾ തുടങ്ങി വെച്ച ഒരു പുത്തനാചാരത്തിന്റെ പിറകെ പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ പാഠങ്ങൾ, പ്രവാചക ജീവിതത്തിന്റെ പാഠങ്ങൾ വിസ്മരിച്ച് റസൂലുള്ളാഹി വിലക്കിയ ഹറാമുകളിലേക്ക് ഈ സമുദായം പോകുമ്പോൾ എത്ര ഗൗരവമാണ് വിഷയം. ആയിരക്കണക്കിന് വിളക്കുകൾ അലങ്കരിച്ച് ഒരുക്കിയിരിക്കുന്ന പള്ളികൾ, അതിലൊരു വിളക്കെങ്കിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒന്ന് തിരിച്ചു വെച്ച് ഈ ഉമ്മത്തൊന്ന് പരിശോധിക്കണം. ഇത്ര സൂക്ഷ്മമായി പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ച സ്വഹാബാക്കൾ ഏത് കാര്യമാണ് അവർ വിട്ടേച്ചു പോയിട്ടുള്ളത്? ഏതൊരറിവാണ് പ്രവാചകനെ കുറിച്ച് നമുക്ക് പറയാതെ സ്വഹാബത്ത് വിട്ടേച്ചിട്ടുള്ളത്? ആകാശത്ത് പാറുന്നൊരു പക്ഷിയുടെ ചിറകിൽ ഒരു വിജ്ഞാനമുണ്ടെങ്കിൽ അതും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുമായിരുന്നു എന്ന് പഠിപ്പിച്ച ആ ദീനിൽ പ്രിയമുള്ളവരെ, ഇത്ര വലിയൊരു ആഘോഷം നഷ്ടപ്പെട്ടു പോകുമോ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.